അവൾ ആകെ ചമ്മിപ്പോയിരുന്നു. അവൻ കിസ് ചെയ്യാൻ വരുവാണെന്നാണ് അവൾ കരുതിയത്. അവൻ അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടതും അവൾ സ്വയം ചമ്മല് തോന്നി. അവൾ കുറച്ച് മാറി നിന്നതും അവൻ അലമാരി തുറന്നവൻ്റെ ഷോർട്സ് എടുത്തു. അവൾ ചമ്മി അവിടെ നിന്നും പോകാൻ തുടങ്ങിയതും അവളുടെ കയ്യിൽ പിടി വീണതും ഒന്നിച്ചായിരുന്നു. അവൻ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു. അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചെന്ന് വീണതും അവൻ അവളുടെ ഇടുപ്പിൽ കൂടി കൈ ചുറ്റി അവളെ അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. അവൾ അവൻ്റെ നഗ്നമായ നെഞ്ചിലേക്ക് കൈവച്ചുകൊണ്ട് ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്തൊക്കെയോ പ്രതീക്ഷിച്ചായിരുന്നു അല്ലേ ഭാര്യയെ? അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി കുസൃതി ചിരിയോടെ പറഞ്ഞു. അത് കേട്ടതും അവൾ വല്ലാതെയായി. അല്ല, എനിക്കങ്ങനെ തോന്നിയായിരുന്നു, അതുകൊണ്ട് പറഞ്ഞതാ. അവൻ കുസൃതി ചിരിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവളാകെ ചൂളിപ്പോയി. എന്തായാലും എൻ്റെ ഭാര്യ ആഗ്രഹിച്ചതല്ലേ, തരാതെ ഇരുന്നാ എനിക്കങ്ങ് കുറ്റബോധം തോന്നും. അവൻ ചിരിയോടെ പറഞ്ഞു. എന്നോട് എന്നോട് ദേഷ്യമല്ലേ? അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അതെ, ദേഷ്യമുണ്ട്. കാരണം നീ എന്നോട് നേഹയുടെ ലൈഫിൽ നടന്നത് എന്താന്ന് കണ്ടുപിടിക്കണമെന്ന് മാന്യമായിട്ട് പറഞ്ഞിരുന്നെങ്കിലും ഇല്ലെങ്കിലും ഞാനത് ആരാ ചെയ്തതെന്ന് കണ്ടുപിടിക്കും. കാരണം അത് അവളെ ബാധിക്കുന്ന പ്രശ്നം മാത്രമല്ല, അറിയാതെ അതിന് ഞാനും കാരണക്കാരനായിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ പെണ്ണുങ്ങൾക്ക് മാത്രമേ ഈ മാനനഷ്ടം ഉണ്ടാവുകയുള്ളൂ. ഞങ്ങൾ ആണുങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങളൊന്നുമില്ലേ? ശരിയാ, എന്നേക്കാൾ കൂടുതൽ ബാധിച്ചത് അവൾക്ക് തന്നെയാ. അതൊരിക്കലും തിരികെ കൊടുക്കാനും എനിക്ക് കഴിയില്ല. പക്ഷെ ഒന്നെനിക്ക് കഴിയും, അതാരാണെന്ന് കണ്ടുപിടിച്ച് അവന് ആരും പ്രതീക്ഷിക്കാത്തൊരു ശിക്ഷ കൊടുക്കാൻ അതെനിക്ക് കഴിയും. ഇത്രയൊക്കെ ചെയ്ത അവനെ ഞാൻ വെറുതെ വിടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അവനെ കണ്ടുപിടിക്കുന്ന അന്ന് അവൻ്റെ മരണം അത് ഞാൻ തീരുമാനിക്കും. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൻ്റെ മുഖത്തെ ഭാവം കണ്ട് അവൾ പേടിച്ചു. നീ അത് മാന്യമായിട്ട് എന്നോട് പറയാതെ അത് കണ്ടുപിടിക്കാൻ വേണ്ടി അതിബുദ്ധി പ്രയോഗിച്ചു. എനിക്കതത്ര ഇഷ്ടമായില്ല. അതിനോട് എനിക്ക് വിയോജിപ്പ് മാത്രമേ ഇപ്പോഴും ഉള്ളൂ. അതിന് നിന്നോട് എനിക്ക് നല്ല ദേഷ്യമുണ്ട്. പക്ഷേ നീ ഇപ്പോൾ എൻ്റെ ഭാര്യയും ഞാൻ നിൻ്റെ ഭർത്താവുമാണ്. എനിക്ക് എൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന വികാരങ്ങളെ പിടിച്ചു നിർത്താൻ അറിയില്ല. നിന്നോട് എനിക്കിനി എത്ര ദേഷ്യമുണ്ടെങ്കിലും വെറുപ്പുണ്ടെങ്കിലും എനിക്ക് കിസ് ചെയ്യണമെന്ന് തോന്നിയാൽ ഞാൻ നിന്നെ കിസ് ചെയ്യും. അത് ഇനി നമുക്കിടയിൽ എത്ര വലിയ വഴക്ക് നടന്നിട്ടിരുന്നാലും. അതല്ല, എനിക്ക് കിസിൻ്റെ അപ്പുറം എന്തെങ്കിലും വേണമെന്ന് തോന്നിയാൽ അതും ഞാൻ ചെയ്യും. ഓർമ്മയുണ്ടല്ലോ ആദ്യത്തെ ദിവസമൊക്കെ? അവൻ്റെ മുഖത്ത് ആദ്യം കണ്ട ഭാവം മാറി അവിടെ കുസൃതി ചിരിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ ഒന്നും മിണ്ടാതെ അവനെ തന്നെ നോക്കി. അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്ത് മാത്രമായിരുന്നു. അവളുടെ കണ്ണുകളും അവൻ്റെ മുഖത്ത് നിലനിന്നു. അവൻ്റെ കരങ്ങൾ അവളുടെ ഇടുപ്പിൽ മുറുകുന്നത് അവൾ അറിഞ്ഞു. അവൾ അവൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിൽ നിന്ന് മാറ്റാൻ ശ്രമിച്ചു. എന്നാൽ അവൻ ഒന്നുകൂടി അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചിരുന്നു. വെറുതെ ബലം പ്രയോഗിക്കാൻ നിൽക്കണ്ട. അവൾ ബലം പ്രയോഗിക്കുന്നത് കണ്ടതും അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവരൊക്കെ അന്വേഷിക്കും. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ദയനീയമായി പറഞ്ഞു. ഒരു ഭാര്യയും ഭർത്താവും, പ്രത്യേകിച്ച് പുതുമോടികൾ, ഇറങ്ങിച്ചെല്ലാൻ താമസിച്ചാൽ അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം താഴെയുള്ളവർക്കുണ്ട്. അതുകൊണ്ട് കൂടുതൽ ഡയലോഗൊന്നും എന്നോട് വേണ്ട. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. എനിക്ക് രാവിലെ തന്നതുപോലെ ഒരു കിസ് വേണം. ഉറക്കത്തിലായതുകൊണ്ട് എനിക്കത് ശരിക്കും അങ്ങോട്ട് ആസ്വദിക്കാൻ പറ്റിയില്ല. അവൻ കുസൃതിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ ഞെട്ടി. അവൾ സ്വയം ചുണ്ടുകൾ പൊത്തിപ്പിടിച്ചുകൊണ്ട് അവനെ നോക്കി ഇല്ല എന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി. എന്തും നീ തന്നില്ലെങ്കിൽ അതിനപ്പുറമായിരിക്കും എൻ്റെ പ്രവൃത്തി. പിന്നെ ഞാൻ തുടങ്ങിയാൽ അതെവിടെ ചെന്ന് അവസാനിക്കുമെന്ന് എനിക്ക് തന്നെ ഒരു നിശ്ചയമില്ല. അറിയാലോ എനിക്ക് ആ കാര്യത്തെക്കുറിച്ച് ഭ്രാന്തുണ്ടെന്ന്. അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ ഞെട്ടി. കാരണം അവൻ്റെ പ്രവൃത്തികൾ എത്രത്തോളം വന്യമാണെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. ഇപ്പോൾ താനൊന്ന് കിസ് ചെയ്താൽ അതെവിടെ കൊണ്ട് അവസാനിക്കുമെന്നും അവൻ തുടങ്ങിയാൽ അതെവിടെ ചെന്ന് നിൽക്കുമെന്നും അവൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. എന്താ ഞാൻ ചെയ്യണോ, നീ തരുവോ? അവൾ ആലോചിക്കുന്നത് കണ്ടതും അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അത് കേട്ടതും അവൾ തൻ്റെ ചുണ്ടിൽ പൊത്തിപ്പിടിച്ചിരുന്ന കൈകൾ എടുത്തു. അത് കണ്ട് അവൻ ചിരിച്ചു. പെട്ടെന്ന് താ, എനിക്ക് കുളിക്കണം. അവൻ അവളുടെ മുഖത്തിനടുത്തേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ ഉമിനീരിറക്കിക്കൊണ്ട് അവനെ നോക്കി. രാവിലെ സ്വപ്നത്തിൽ എങ്ങനെയോ കൊടുത്തുപോയതാണ്. ഇതിപ്പോൾ എങ്ങനെ അവന് കിസ് കൊടുക്കുക എന്നുള്ള ചിന്തയിലായിരുന്നു അവൾ. എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ ഇന്ന് മുഴുവൻ അവൻ്റെ കളിയാക്കലുകൾ കേൾക്കണമെന്ന് അവൾ ചിന്തിച്ചു. എവിടെ നിന്ന് തുടങ്ങണമെന്നാണോ എൻ്റെ ഭാര്യ ചിന്തിക്കുന്നത്? അതും പറഞ്ഞ് അവനവളുടെ ഡ്രസ്സിനിടയിൽ കൂടി അവളുടെ ഇടുപ്പിലൊന്ന് പിച്ചി. അവൾ വേദന കൊണ്ട് അവൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ചു. പെട്ടെന്ന് അവൻ വീണ്ടും അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവളൊന്ന് മൂളി. പിന്നെ അവൻ്റെ മുഖത്തിനടുത്തേക്ക് ഒന്നുകൂടി മുഖമടുപ്പിച്ചു. അവളുടെ മുഖം അവൻ്റെ മുഖത്തിനടുത്തേക്ക് അടുത്തെത്തിയതും അവൻ കണ്ണുകൾ അടച്ചു. അവൾ പതിയെ അവൻ്റെ ചുണ്ടുകളിലൊന്ന് മുത്തി. പിന്നെ അവൻ്റെ ചുണ്ടിലൊന്ന് നുണഞ്ഞു. അവൾക്കാകെ ചമ്മല് തോന്നി. വല്ലാത്തൊരവസ്ഥയായിരുന്നു അവൾക്ക്. അവളുടെ കൈയും കാലും വിറച്ചു. ഹൃദയമിടിപ്പ് കൂടി.
അവൾ പെട്ടെന്ന് അവനിൽ നിന്നും ചുണ്ടുകൾ വേർപെടുത്തി. ഇതെന്താ, ഇങ്ങനെയാണോ കിസ് ചെയ്യുന്നത്? ഇതിലും ഭേദം രാവിലത്തെ തന്നെയായിരുന്നു. ഇതൊരുമാതിരി വെറുപ്പിച്ചു കളഞ്ഞു. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അത് കേട്ടതും അവളും അവനെ നോക്കി. അവളാകെ ചമ്മി നാറി നിൽക്കുകയാണെന്ന് അവന് നന്നായിട്ട് അറിയായിരുന്നു. ഹോ, ഇനി 1 മാസത്തേക്കിനി ലിപ് കിസ് വേണ്ട. അത്രയും വെറുത്തുപോയി. രാവിലെ തന്നതുപോലെ നല്ല ഫീല് കിട്ടുമെന്ന് കരുതി വന്നതാ. ഇതൊരുമാതിരി പശ നോക്കിയതുപോലെയുണ്ട്. വെറുപ്പിച്ചു. അവൻ അവളെ കളിയാക്കി പറഞ്ഞുകൊണ്ട് അവളിൽ നിന്നും മാറി നിന്നു. പിന്നെ അവളെ ഒന്ന് നോക്കിയിട്ട് ബാത്റൂമിലേക്ക് കയറി. ഇനി ഇങ്ങനെയൊന്നും ചെയ്യല്ലേ ഭദ്രേ. ലിപ് കിസ് ഞാൻ വെറുത്തു പോകും. പിന്നെ ജന്മത്തത് ചെയ്യാൻ എനിക്ക് തോന്നില്ല. ബാത്റൂമിലേക്ക് കയറി നിന്നുകൊണ്ട് അവൻ അവളെ നോക്കി പറഞ്ഞിട്ട് ഡോറടച്ചു. അവൾ അപ്പോഴും അങ്ങനെ ആ നിൽക്കുകയായിരുന്നു. ആകെ ചമ്മി നാറി. അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലായിരുന്നു അവൾ. വിനു ഡേവിയുടെ മുറിയിലേക്ക് ചെന്നപ്പോൾ അവൾ കട്ടിലിൽ കിടക്കുകയായിരുന്നു. കണ്ണിന് കുറുകെ ഒരു കൈ വച്ചിട്ടുണ്ട്. ചാച്ചാ, അവൻ അവൻ്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് വിളിച്ചു. അവൻ്റെ ശബ്ദം കേട്ടതും ഡേവി കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. ഞാൻ ഇങ്ങോട്ടേക്ക് വരണ്ടായിരുന്നു എന്നാണ് ചാച്ചനിപ്പോൾ ചിന്തിക്കുന്നത് അല്ലേ? വിനു ചെറുതായി ഒന്ന് ചിരിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാനെന്തിനാ വിനു അങ്ങനെയൊക്കെ? ഡേവി സംശയത്തോടെ അവനെ നോക്കി ചോദിച്ചു. അല്ല, ചാച്ചന് എന്തോ എന്നോട് ദേഷ്യമുള്ളതുപോലെ എനിക്ക് തോന്നി. വിനു വിഷമത്തോടെ ഡേവിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവനും വല്ലാതെയായി. ഏയ്, അങ്ങനെയൊന്നുമില്ലടാ. എനിക്ക് തലവേദന ആയതുകൊണ്ടാണ്. ഓഫീസിലെ ഓരോരോ കാര്യങ്ങൾ. ഡേവി അവനെ നോക്കാതെ പറഞ്ഞുകൊണ്ട് എഴുന്നേൽക്കാൻ തുടങ്ങി. ഇപ്പോൾ ഈ ഇല്ലാത്ത തലവേദന ചാച്ചൻ്റെ പ്രണയവും ചാച്ചൻ്റെ മനസ്സിൽ കയറിക്കൂടിയ പെണ്ണിനെയും ഞാൻ കാരണം നഷ്ടപ്പെടുമെന്ന് കരുതിയിട്ടല്ലേ? വിനു ചിരിയോട് അവനെ നോക്കി പറഞ്ഞതും ഡേവി ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി. പറയ് ചാച്ച, അതിൻ്റെ തലവേദനയല്ലേ ചാച്ചന്? അവൻ ചിരിച്ചുകൊണ്ട് ഡേവിയോട് ചോദിച്ചു. വിനു അവൻ സംശയത്തോടെ വിളിച്ചു. എനിക്കെല്ലാം അറിയാം ചാച്ച. ചാച്ചൻ അവളെ സ്നേഹിച്ചതും പ്രണയിക്കുന്നതും അവളുടെ ലൈഫിൽ നടന്നതും ചാച്ചൻ്റെ പ്രണയം അവൾക്ക് അറിയില്ല എന്നുള്ളതും ഒക്കെ എനിക്കറിയാം. എന്നോട് ഡോണയെല്ലാം പറഞ്ഞു. വിനു ചിരിയോടെ പറഞ്ഞു. ചാച്ചൻ വിഷമിക്കണ്ട. ഒരിക്കലും ചാച്ചനിൽ നിന്നും അവളെ അകറ്റി സ്വന്തമാക്കാൻ ഞാൻ ശ്രമിക്കില്ല. കാരണം എൻ്റെ മനസ്സിൽ അവളോട് അങ്ങനെ ഒരു പ്രണയമില്ല. ശരിയാ, ഇത്രയും വർഷമായിട്ടും അവളെ ഞാൻ മറന്നിട്ടില്ല. അവളെ കണ്ടുപിടിക്കണമെന്ന് മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ അവളെ അന്വേഷിച്ചുകൊണ്ടിരുന്നത്. അതൊരിക്കലും അവളെ പ്രണയിക്കാനോ വിവാഹം കഴിക്കാനോ ഒന്നുമല്ല. അവളോടുള്ള ആ പഴയ സൗഹൃദ ബന്ധം ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ്. അവൻ ചിരിയോടെ പറഞ്ഞു. വിനു, ഞാൻ പെട്ടെന്ന് അത് നീയാണെന്നറിഞ്ഞപ്പോൾ അവളന്ന് അങ്ങനെയൊക്കെ പറഞ്ഞത് വെച്ചിട്ട് അവൻ അങ്ങനെയൊക്കെ പറഞ്ഞതും ഡേവി വല്ലാതെയായി. അറിയാം, അവൾക്ക് എന്നോട് സൗഹൃദത്തിലുപരി മറ്റൊരു ഇഷ്ടമുണ്ടെന്ന് എനിക്കറിയാം. ഡോണയെല്ലാം പറഞ്ഞിരുന്നു. പക്ഷേ എൻ്റെ മനസ്സിൽ ഒരിക്കലും അങ്ങനെ ഒരു ഇഷ്ടം അവളോടില്ല. ഇനിയൊരിക്കലും ഉണ്ടാകാനും പോകുന്നില്ല. വിനു ചിരിച്ചു. വിനു, എനിക്ക് അവളെ ഇഷ്ടമാണെന്നുള്ളത് ശരി തന്നെയാണ്. അത് അവൾക്ക് പോലും അറിയില്ല. എന്നെങ്കിലും അവളത് അറിയുമ്പോൾ എങ്ങനെ പ്രതികരിക്കുമെന്നും എനിക്കറിയില്ല. കാരണം അവളുടെ ഉള്ളിൽ എവിടെയോ നീയുണ്ട്. അങ്ങനെ ഒരു ആഗ്രഹം അവൾക്കുണ്ടെങ്കിൽ അവൾക്ക് വേണ്ടി അവളോടുള്ള ഇഷ്ടം മറക്കാൻ ഞാൻ തയ്യാറാണ്. എനിക്ക് അവൾ സന്തോഷമായിട്ടിരിക്കണമെന്ന് തന്നെ ആഗ്രഹം. നിനക്കങ്ങനെ എന്തേലും അവളോടുണ്ടെങ്കിൽ എൻ്റെ മനസ്സിൽ അവളോടുള്ള ഇഷ്ടം വേണ്ടെന്ന് വെക്കാൻ ഞാൻ തയ്യാറാണ്. ഡേവി അവനെ നോക്കി പറഞ്ഞു. ഏയ്, തൽക്കാലം എൻ്റെ ചാച്ചൻ്റെ മനസ്സിലുള്ള ഇഷ്ടമൊന്നും വേണ്ടെന്ന് വെക്കാൻ നിൽക്കണ്ട. ഈ വരവിൽ അവളെ കണ്ടെത്തണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. പക്ഷേ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് അതിനൊന്നുമല്ല. എൻ്റെ അച്ചുവിനെ കാണാനാണ്. അവൻ ചിരിച്ചുകൊണ്ട് ഡേവിയെ നോക്കി പറഞ്ഞതും അവൻ അതാരാ എന്നുള്ള അർത്ഥത്തിൽ തിരികെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഫേസ്ബുക്കിൽ കൂടി പരിചയപ്പെട്ടതാണ് ഞാൻ അവളെ. നാട്ടിൽ വയനാട്ടിലാണ് അവൾ താമസിക്കുന്നത്. എനിക്കവളെ ഒരുപാട് ഇഷ്ടമാണ്. ഞങ്ങൾ കുറേ സംസാരിച്ചിട്ടുണ്ട്, ഫ്രണ്ട്സിനെ പോലെ. അവളുടെ ലൈഫിലുണ്ടാകുന്ന ഓരോ കാര്യങ്ങളും അതേപോലെ എൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ കാര്യങ്ങളും 1 വർഷമായിട്ട് ഞങ്ങൾ പരസ്പരം പങ്കുവച്ചിരുന്നു. അവളൊരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണ്. അച്ഛനും അമ്മയും ആരുമില്ല. മുത്തശ്ശിയുടെ കൂടെയാണ് അവൾ താമസിക്കുന്നത്. പിന്നെ ഒരു മുറച്ചെറുക്കനും അയാളുടെ ഫാമിലിയുണ്ട്. അവനാണെങ്കിൽ പക്ക ഫ്രോഡാണ്. അവൾക്കവനെ പേടിയാണ്. മുത്തശ്ശി ഉള്ളതുകൊണ്ട് അവൻ അധികം അവളെ ശല്യപ്പെടുത്താൻ ചെല്ലാറില്ല. പക്ഷെ ആ മുത്തശ്ശി കൂടി ഇല്ലാതെ ആയിക്കഴിഞ്ഞാൽ അവൾ ഒറ്റയ്ക്കാകും ചാച്ചാ. എനിക്കവളെ വേണം. ഞാൻ ഒരുപാട് അവളെ ഇഷ്ടപ്പെടുന്നുണ്ട്, പ്രണയിക്കുന്നുണ്ട്. ഇതുവരെ ഞാൻ അവളെ നേരി കണ്ടിട്ടില്ല. ഫോട്ടോസ് അയച്ച് തരുന്നതല്ലാതെ ഒരിക്കൽ പോലും ഒരു വീഡിയോ കോൾ ചെയ്യാൻ പോലും അവൾ സമ്മതിച്ചിട്ടില്ല. അല്ലാതെ ഞാൻ വിളിക്കാറുണ്ട്. അവളോടും മുത്തശ്ശിയോടൊക്കെ ഞാൻ സംസാരിക്കാറുണ്ട്. ഞാൻ അവൾക്ക് വേണ്ടിയിട്ടാണ് നാട്ടിലേക്ക് ഇപ്പോൾ വന്നത്. മമ്മിക്ക് കാര്യങ്ങളൊന്നും അറിയില്ല. അവളെ ഇവിടെ വന്ന് കണ്ടതിന് ശേഷം എല്ലാം മമ്മിയോടും പപ്പയോടും പറയണം. അവൻ ചിരിച്ചുകൊണ്ട് ഡേവിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അവൾക്ക് നിന്നെ ഇഷ്ടമാണോ? ഇഷ്ടമാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഒരാൾ നമ്മളോട് ബിഹേവ് ചെയ്യുന്നത് കാണുമ്പോൾ നമുക്കറിയാലോ. ഞാൻ എൻ്റെ മനസ്സിലുള്ള ഇഷ്ടവും അവളെ വിവാഹം കഴിക്കാനുള്ള ആഗ്രഹവും ഒരുപാട് തവണ അവളോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ ആ കാര്യം പറയുമ്പോഴെല്ലാം അവൾ ഒഴിഞ്ഞു മാറും. അത് എന്നെ ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല എന്നാണ് എൻ്റെ വിശ്വാസം. പകരം അവൾ എന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. എൻ്റെ ഫ്രണ്ട്ഷിപ്പ് അവൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ ജീവിതത്തിലേക്ക് വരാൻ അവൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും
ഒരുതരം കോംപ്ലക്സ് പോലെയാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. കാരണം ഞാനിങ്ങ് അമേരിക്കയിൽ, അവൾ വയനാട്ടിലൊരു ചെറിയ വീട്ടിൽ. ഞങ്ങൾ തമ്മിൽ ഒരുപാട് അന്തരമുണ്ട്. പിന്നെ അവൾ ഹിന്ദുവാണ്, ഞാൻ ക്രിസ്ത്യനും. പണത്തിലും പ്രതാപത്തിലും ജാതിയിലും മതത്തിലുമൊക്കെ ഞങ്ങൾ തമ്മിൽ വലിയൊരു ഡിഫറൻസ് ഉണ്ട്. അതൊന്നും എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. പക്ഷെ അവൾക്കതൊരു വലിയ പ്രശ്നമാണ്. ചിലപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കാം അവൾ എന്നിൽ നിന്നും മാറാൻ ശ്രമിക്കുന്നത്. പക്ഷെ അവൾ എത്രത്തോളം എന്നിൽ നിന്നും അകന്നു മാറാൻ ശ്രമിക്കുന്നോ അത്രത്തോളം ഞാൻ അവളെ ഇഷ്ടപ്പെടുന്നുണ്ട്. അവൾക്ക് വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത്. പിന്നെ ഈ കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ ചാച്ചന്മാരും എൻ്റെ കൂടെ നിൽക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും ഡേവിക്ക് സന്തോഷമായി. പക്ഷെ അപ്പോഴും അവൻ്റെ മനസ്സിൽ നേഹം മാത്രമായിരുന്നു. അവളിതൊക്കെ അറിയുമ്പോൾ എങ്ങനെയായിരിക്കുമെന്നായിരുന്നു അവൻ്റെ ചിന്ത. ഒരുപക്ഷെ അവൾ വിനുവിനെ പ്രണയിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ അറിഞ്ഞ് അവളുടെ മനസ്സ് വല്ലാതെ വേദനിക്കില്ലേ എന്ന് ഡേവി ചിന്തിച്ചു. ചാച്ച, അടുത്ത ആഴ്ച ചാച്ചന്മാർ എൻ്റെ കൂടെ വരണം. ഞാൻ അവളെ നേരിട്ട് കണ്ട് സംസാരിക്കാൻ തീരുമാനിച്ചു. ഇപ്പോഴേ അവളെ കൊണ്ടുവരാനൊന്നും എനിക്ക് കഴിയില്ല എന്നറിയാം. കാരണം അവളുടെ വയസ്സ് അത് വലിയൊരു ഘടകമാണ്. വിനു അവനെ നോക്കി പറഞ്ഞതും അവൻ അതെന്താ എന്നുള്ള അർത്ഥത്തിൽ വിനുവിൻ്റെ മുഖത്തേക്ക് നോക്കി. അതായത് അവൾ +2 പഠിക്കുന്നതേ ഉള്ളൂ. അവൾക്ക് 17 വയസ്സ്. അവൻ ചിരിച്ചുകൊണ്ട് ഡേവിയെ നോക്കി പറഞ്ഞതും ഡേവി ഞെട്ടി. ചാച്ച ഞെട്ടിയല്ലേ? ഈ വയസ്സാണ് ആകെ മൊത്തത്തിലൊരു പ്രശ്നം. എടാ ഇത്? ഡേവി സംശയത്തോട് ചോദിച്ചു. അതെ ചാച്ച, ഇപ്പോൾ ഒന്നും എനിക്ക് ചെയ്യാൻ കഴിയില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ അവളെ വിളിച്ചിറക്കി കൊണ്ടുവരാനൊന്നും അല്ല ഇങ്ങോട്ടേക്ക് വന്നത്. അവളെ നേരിട്ട് കണ്ടൊന്ന് സംസാരിക്കണം. ഞാൻ വെറൊരു തമാശയ്ക്കല്ല അവളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞതെന്ന് എനിക്ക് പറയണം. എൻ്റെ പ്രണയം സത്യമാണെന്ന് എനിക്ക് അവളെ അറിയിക്കണം. അവൻ ഡേവിയെ നോക്കി പറഞ്ഞു. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ചാച്ച അവളെ. അവൻ ഡേവിയെ നോക്കി. എടാ, ഞാൻ പറയുന്നതുകൊണ്ട് നിനക്കൊന്നും തോന്നരുത്. നിനക്ക് 19 വയസ്സേ ഉള്ളൂ. നിങ്ങളുടെ ഈ പ്രായം കഴിഞ്ഞാണ് ഞാനും ഇങ്ങോട്ടേക്ക് വന്നത്. ഈ പ്രായത്തിൽ നമുക്ക് പല പെൺകുട്ടികളോടും അട്രാക്ഷൻ തോന്നും. അത് സ്വാഭാവികം മാത്രമാണ്. പക്ഷെ കുറച്ചുകൂടി കഴിയുമ്പോൾ ഈ അട്രാക്ഷനൊന്നും ഇല്ലാതെയാകും. എല്ലാവരും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്. അതുപോലെയൊന്നും അല്ലല്ലോ ഇത്. കാരണം നീ തന്നെ പറഞ്ഞു ആ കുട്ടി വെറും പാവമാണെന്ന്. സ്വഭാവം കൊണ്ടും പണത്തിൻ്റെ കാര്യത്തിലും ഒക്കെ നമ്മളെക്കാൾ പാവമല്ലേ? അതും ആരും ഇല്ലാത്തൊരു കുട്ടി. നാളെ മുത്തശ്ശി കൂടി ഇല്ലാതെയായി പോയി കഴിഞ്ഞാൽ അവൾ അനാഥയാണ്. വെറുതെ ആഗ്രഹം കൊടുത്തിട്ട് നാളെ അവളെ വേദനിപ്പിക്കരുത്. കാരണം ഈ പ്രായം അങ്ങനെയാണ്. നമുക്കെല്ലാവർക്കും ചാഞ്ചാടുന്നൊരു മനസ്സാണ്. ഒരു എടുത്തുചാട്ടം എന്നൊക്കെ പറയാം. നീ അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്. ഒരു പോസിബിലിറ്റി പറഞ്ഞു എന്നേ ഉള്ളൂ. നാളെ ഇതിനേക്കാൾ ബെറ്റർ തോന്നുമ്പോൾ ആ കുട്ടിയെ നീ വിഷമിപ്പിക്കരുത്. ഡേവി അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൻ പുഞ്ചിരിച്ചു. അമേരിക്കയിൽ നിന്ന് അവൾക്ക് വേണ്ടി മാത്രം ഞാൻ ഈ നാട്ടിലേക്ക് വരണമെങ്കിൽ അതൊരിക്കലും ഒരു തമാശയല്ല ചാച്ച. എൻ്റെ ഉറക്കം കെടുത്തിയ പെണ്ണാണ് അവൾ. എൻ്റെ പ്രാണൻ. അവൾക്ക് വലിയ സൗന്ദര്യമൊന്നുമില്ല. പക്ഷെ എൻ്റെ കണ്ണിൽ അവളാണ് എനിക്ക് സുന്ദരി. ഞാൻ ഇരിക്കുന്നത് കണ്ടില്ലേ? എല്ലാവരും ചോദിക്കേണ്ട സായിപ്പിൻ്റെ മകനാണോ എന്ന്. പപ്പയേക്കാൾ നിറമുണ്ട് എനിക്ക്. എൻ്റെ പപ്പയും മമ്മിയും ചാച്ചൻ കണ്ടിട്ടുണ്ടല്ലോ. മമ്മി ഇളം നിറമാണ്, പപ്പ നല്ല വെളുത്തിട്ടും. പക്ഷെ ഒരിക്കൽ പോലും മമ്മിക്ക് ഇതിൽ കോംപ്ലക്സ് ഉണ്ടാകാൻ പപ്പ സമ്മതിക്കില്ല. അതുപോലെയാണ് എൻ്റെ പപ്പ മമ്മിയെ നോക്കുന്നത്. അവരുടെ പ്രണയം കണ്ട് വളർന്നവനാണ് ഞാൻ. വെറൊരു നിറത്തിൻ്റെ പേരിലോ പണത്തിൻ്റെ പേരിലോ ഒന്നും ഞാൻ അവളെ വേണ്ടെന്ന് വെച്ചിട്ട് മറ്റൊരു പെണ്ണെ തേടി പോകില്ല. നേഹയുടെ നിറം പോലും ഇല്ല അവൾക്ക്. അതിനും താഴെയാണ് അവളുടെ നിറം. പക്ഷെ അവളുടെ മനസ്സിൻ്റെ നിറമുണ്ടല്ലോ ചാച്ച, അതൊരിക്കലും കറുപ്പാകില്ല. എനിക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് നേഹയെ കണ്ടപ്പോൾ അവളെ വേണ്ടെന്ന് വെച്ചിട്ട് നേഹയെ പ്രണയിച്ചൂടെ? ഡോണ പറഞ്ഞത് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ എൻ്റെ ഒരു വാക്ക് മതി ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലാകാൻ. പക്ഷേ എനിക്കതിനൊരിക്കലും കഴിയില്ല ചാച്ച. കാരണം എൻ്റെ മനസ്സിൽ എൻ്റെ പെണ്ണായിട്ട് ഞാൻ അവളെ സങ്കല്പിച്ച് പോയി. അതിനി മാറ്റി എഴുതാൻ എനിക്ക് കഴിയില്ല. ചാച്ചൻ എന്നോടൊപ്പം ഉണ്ടാകണം. അവൻ ഡേവിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ എത്രത്തോളം അച്ചുവിനെ പ്രണയിക്കുന്നുണ്ടെന്ന് അവൻ്റെ കണ്ണുകളിലും വാക്കുകളിലും കൂടി ഡേവിക്ക് മനസ്സിലായി. ഇത് പ്രായത്തിൻ്റെ വെറൊരു എടുത്തുചാട്ടം അല്ല എന്ന് അവൻ്റെ വാക്കുകളിൽ കൂടി അവൻ അറിഞ്ഞിരുന്നു. ഡേവി അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. നമ്മൾ പോകും നിന്റെ അച്ചുവിനെ തേടി. ഡേവി അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും വിനു പുഞ്ചിരിയോടെ അവനെ ഇറുക്കി പിടിച്ചു. ഡേവി അവനെ ചേർത്ത് പിടിച്ചു. എന്നാലും ഞാൻ നേഹയെ പ്രണയിക്കുകയാണെന്ന് തോന്നിയപ്പോൾ എന്നെ നൈസായിട്ടങ്ങ് ഒഴിവാക്കിയല്ലേ? ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതിന് എന്നെ മനസ്സുകൊണ്ട് പ്രാഗിയില്ലേ? അവൻ ചിരിച്ചുകൊണ്ട് ഡേവിയെ നോക്കി ചോദിച്ചു. ഏയ്, അങ്ങനെയൊന്നും ചെയ്തില്ലടാ. ചെറിയൊരു വിഷമം തോന്നി. ചെറുതല്ല. അവൾ പറഞ്ഞ അലക്സ് എന്നൊരാളെ പറ്റി അറിയാം. പക്ഷെ അതൊരിക്കലും നീയാണെന്നോ ഉടനെ തന്നെ നിങ്ങൾ തമ്മിൽ കണ്ടെത്തുമെന്നോ ഞാൻ കരുതിയില്ല. അപ്പോൾ പെട്ടെന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചപ്പോൾ ഡേവി ബാക്കി പറയാതെ നിർത്തി. അപ്പോൾ എന്നോട് ചെറിയൊരു ദേഷ്യവും കുശുമ്പോ അസൂയൊക്കെ തോന്നിയെന്നർത്ഥം. ഞാനും പ്രേമിക്കുന്നതാണേ. അവൻ ഡേവിയെ കളിയാക്കി പറഞ്ഞതും അവനും ചിരിച്ചു. ചാച്ച, പിന്നെ സീരിയസ് ആയിട്ട് വിളിച്ചു. ഡേവി എന്താണെന്നുള്ള അർത്ഥത്തിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവളെ വേദനിപ്പിച്ചത് ആരാണെന്ന് കണ്ടെത്തണം. അങ്ങനെ കണ്ടുപിടിച്ചാൽ ഒരിക്കലും അവനെ നിയമത്തിന് മുൻപിൽ വിട്ടുകൊടുക്കരുത്. ആരും അറിയാതെ അങ്ങ് കൊന്നേക്കണം. എന്നെ നേഹാച്ചയെ വേദനിപ്പിച്ച ഒരുത്തനും ജീവനോടെ ഈ ഭൂമിയിൽ ഉണ്ടാകാൻ പാടില്ല. അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. കൊല്ലും. അതാരാണെന്ന് അറിയുന്ന ആ നിമിഷം അവൻ്റെ അന്ത്യമായിരിക്കും. എൻ്റെ പെണ്ണിനെ വേദനിപ്പിച്ച ഒരുത്തനും ജയിലിൽ പോയി സുഖിച്ചു കഴിയാൻ ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ അവനെ നിയമത്തിന് മുൻപിൽ വിട്ടുകൊടുത്താലും അവൾക്ക് സമാധാനമുണ്ടാകില്ല. അവളുടെ മുൻപിൽ കിടന്ന് തന്നെ അവൻ മരിക്കണം. കൊല്ലും ഞാൻ അവനെ. ഡേവിയും ദേഷ്യത്തോടെ പറഞ്ഞു.